നമ്മളിന്ന് പുറത്ത് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നൊരാളും കൂടെ ഉണ്ട് മേക്കപ്പ് ചെയ്യാനേ. ഞാൻ കണ്ണ് എഴുതാനും ലിപ്സ്റ്റിക്ക് ഇടാനും തുടങ്ങിയപ്പോൾ ആളും കൂടെ കൂടി. അപ്പോൾ പെരുകി എഴുതണം, കണ്ണുമ്മ ചെയ്യണം, പിന്നെ എന്തുട്ടാ ലിപ്സ്റ്റിക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെടുത്ത് നിന്നത്. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തിരുന്നു. അതുപോലെ ലിപ്സ്റ്റിക്കും ഞാൻ ഇങ്ങനെ ഇടണ പോലെ കാണിച്ചു കൊടുത്തു. പക്ഷെ ചുണ്ടിൻ്റെ മുകളിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനത് മായ്ക്കുമ്പോഴത്തേനും ആളതിങ്ങനെ നമ്മൾ വലിയ ആൾക്കാർ ചെയ്യില്ലേ അതുപോലെ എന്താ പറയുക ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് ആളത് മൈൻഡിൽ സെറ്റാക്കി വെച്ചിട്ട് ഇങ്ങനെയാണ് ഇതൊക്കെ. അതുപോലെ എവിടെയെങ്കിലും പോകുമ്പോൾ അവൾ വന്നിട്ട് എടുത്തോടൊന്ന് കാണിക്കാറുണ്ട്. എൻ്റെ ലിപ്സ്റ്റിക്കും മസ്കാരയും എപ്പോഴും അവളുടെ കയ്യിലുണ്ടാവുക. അപ്പോൾ ഇത് ലിപ്സ്റ്റിക്ക്, ഇത് കണ്ണിൽ എഴുതുന്നത്, മസ്കാര എന്ന് പറയാൻ അറിയില്ല, അപ്പോൾ കണ്ണിൽ എഴുതുന്നത് കൊണ്ട് അങ്ങനെ നടക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങോട്ടായിട്ട് പോണ്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി കുഞ്ഞാപ്പിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ അമ്പലത്തിനവിടെ ഇറങ്ങുക ചെയ്തത്. അപ്പോൾ ഡോറ് ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്തെ മഴക്കാറ് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു എടുത്ത് തിരിച്ച് ഉള്ളിലേക്ക് ഇട്ടാ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ വ്യൂ വരണേ. അപ്പോൾ അതുപോലെ ഇതിൻ്റെ സൈഡിലൊരു മാവുണ്ട്. അപ്പോൾ വള്ളൂർ മാങ്ങയാണ് അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഇത് പഴുത്ത് നിലത്തേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിലേക്കും അപ്പുറത്തെ ഷീറ്റിൻ്റെ മേടിക്കും രാത്രിയൊക്കെ വന്നിട്ട് ഇങ്ങനെ നല്ല സൗണ്ടിൽ വന്ന് വീഴാറുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ പക്ഷികൾ കൊത്തി തിന്നും അങ്ങനെ. അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ട് വാതിലൊക്കെ പൂട്ടി ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങിയിട്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ രാമകൃഷ്ണയുടെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. രുക്മണിൻ്റെ അവിടെ വണ്ടി വെച്ചിട്ട് അങ്ങനെ നേരെ ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാലും കുഞ്ഞപ്പയും കൂടെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ പതുക്കെ ഇറങ്ങി നടന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ആകെ വെള്ളമായിട്ട് നിന്നിരുന്നു. അപ്പോൾ പടിഞ്ഞാറെ ഭാഗത്തേക്ക് പോണ വഴിക്ക് സൈഡിൽ ഒരു ആനേനെ എപ്പോഴും കെട്ടിയിടാറുണ്ട്. ആ ഒരു 6 മണി 7 മണി ആ നേരത്തൊക്കെ ആകുമ്പോൾ. അത് കഴിഞ്ഞ് ശിവേലിക്ക് കയറി ഉണ്ടാവും ആന, ഒരു ആനയായിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. ബാക്കി ഇന്നും 3 പേരുണ്ടായിരുന്നു.